പൂരത്തിൻ്റെ അന്ന് രാവിലെ മുതൽ ഉച്ചവരെയുള്ള വീഡിയോസൊക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. കാണാത്തവരൊന്ന് പോയിട്ട് കാണാം. അന്ന് വൈകുന്നേരം നമ്മളുടെ കൂട്ടങ്ങാരം ടീം ചങ്ങായിസ് നടത്തുന്ന കരിമരുന്ന് പ്രയോഗമുണ്ട് കേട്ടോ. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ അമ്പലത്തിൽ പോയി. അപ്പോൾ അമ്പലത്തിലത്തെ നല്ല പായസവും കാപ്പിയും കുയ്യപ്പൊക്കെ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഫുഡ് കഴിച്ചൊന്നും നോക്കിയില്ല, എന്തായാലും അമ്പലത്തിൽ നിന്ന് തരുന്നതല്ലേ, ഇങ്ങനെയൊക്കെയല്ലേ ഇതൊക്കെ കിട്ടുള്ളൂ. അങ്ങനെ അതൊക്കെ അകത്താക്കി. അപ്പോൾ ഇതാ തായമ്പകയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളുടെ വീടിനടുത്തുള്ള എല്ലാവരും ഉണ്ട് കേട്ടോ. ഇതിലും തിരക്ക് കുറച്ചുകൂടെ കഴിഞ്ഞാൽ വരുന്നുണ്ട്. പൊട്ടാവുമ്പോഴത്തേക്കും കൂടുതൽ ആൾക്കാർ എത്തുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതൊക്കെ എല്ലാവരും കാണുകയാണ്. അപ്പോൾ നമ്മളങ്ങ് ഉള്ളിൽ കടന്നില്ല കേട്ടോ. കാരണം വാസു ഉള്ളത് കൊണ്ട് തന്നെ ഓനൊരു സ്ഥലത്ത് അടങ്ങിയിരിക്കാത്തത് കൊണ്ട് നമ്മളങ്ങ് ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ കാണുന്നവർക്കും ബുദ്ധിമുട്ടാവും, കൊട്ടുന്നവർക്കും ബുദ്ധിമുട്ടാവും, നമുക്കും ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് ഞാൻ പുറത്ത് നിന്നിട്ട് എല്ലാം നിരീക്ഷിക്കുകയാണ്. അപ്പോൾ നമ്മളുടെ പഴയ ഒരുപാട് ആൾക്കാരെ ഇവിടെ നിന്ന് കാണാൻ പറ്റും കേട്ടോ. അമ്പലത്തിൽ ഉള്ള പണ്ട് മുതലേയുള്ള നമ്മളുടെ നാട്ടിലുള്ള കുറേ ആൾക്കാരെ അമ്പലത്തിൽ പോയപ്പോൾ കാണാൻ പറ്റി. പിന്നെ ഞാനൊക്കെ എപ്പോഴെങ്കിലുമൊക്കെ അല്ലേ പോകുന്നത്. അപ്പോൾ നമുക്ക് പണ്ട് മുതലേ ഉള്ള ആൾക്കാരെയൊക്കെ കാണാൻ പറ്റുന്ന ഒരു അവസരമാണിത്. അപ്പോൾ പിന്നെ ശിവാനീൻ്റെ പിള്ളേരും ഞാനും ഒക്കെ ആൽമരത്തിൻ്റെ ചോട്ടിലിരുന്നിട്ട് ഓളുടെ വൈബിനനുസരിച്ചിട്ട് ഞാനും അങ്ങോട്ട് നീങ്ങി. കാരണം പിള്ളേരുടെ സമയമാണ് ഇപ്പോഴത്തെ ഏറ്റവും നല്ല സമയം. നമ്മളൊക്കെ വയസ്സായില്ലേ. അപ്പോൾ ഞാൻ കുറച്ച് നേരം ഓരോരുടെ അടുത്ത് ഇരുന്നിട്ട് വൈബടിക്കൊക്കെ ചെയ്ത് പിന്നെ ഇതേ നമ്മളുടെ സോപാന നൃത്തം നടക്കുകയാണ്. ഞാൻ പറഞ്ഞതുപോലെ ഉള്ളിലേക്ക് നടന്നില്ല, പുറത്തുനിന്ന് കുറച്ച് നേരം കണ്ടു. ഏകദേശം 10 ദിവസത്തോളം നീണ്ട പൂരാഘോഷം ഇന്നത്തോടെ അവസാനിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാനൊരു 2-3 ദിവസം ഇങ്ങനെ പോയിട്ടുള്ളൂ. ഈ 10 ദിവസമൊക്കെ പോയത് എൻ്റെ അമ്മയൊക്കെ കൃത്യമായിട്ട് 10 ദിവസവും പോയിട്ടുണ്ടാവും. അവർക്കൊക്കെ ഭയങ്കര വിഷമമായിരിക്കും. കാരണം വൈകുന്നേരം ആകുമ്പോൾ അമ്പലത്തിൽ ഓരോ പരിപാടികളുണ്ടാവും. അപ്പോൾ ഒരു രസമല്ലേ ഇങ്ങനെ പോയിട്ട് പരിപാടികളൊക്കെ കണ്ട് രാത്രി വരും, പിറ്റേന്ന് പിന്നെയും പോവും. അപ്പോൾ അതെല്ലാവർക്കും ഒരു രസമാണ്. അത് ഇന്നത്തോടു കൂടി അവസാനിക്കുകയാണ്. ഇനി വീണ്ടും അടുത്ത പൂരത്തിന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പായിരിക്കും. അങ്ങനെ ഞങ്ങൾ പുറത്തിരിക്കുക തന്നെയാണ്. അപ്പോൾ ഫുഡ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ചുകൊണ്ട് തന്നെ പിന്നൊന്നും ഫുഡ് കഴിച്ചില്ല. അപ്പോൾ ശിവാൻ്റെ ഒരു ഫ്രണ്ടിന് ഫുഡ് വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവളുടെ കൂടെ കമ്പനിക്ക് പോയി നിന്ന് കേട്ടോ. അപ്പോൾ വസു ആരുടെയോ പിറകെ ഓടിയിട്ട് ഷിജിലേട്ടനാണെന്ന് തോന്നുന്നു ഒരു JCB ഒക്കെ വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. അതോൻ എങ്ങനെയൊക്കെയോ അവിടെ നിന്ന് പൊട്ടിച്ച് പിന്നെ ഓൻ അതും കൊണ്ട് കളിച്ചു. അപ്പോൾ നമ്മളുടെ ലൈറ്റ് ആൻഡ് സൗണ്ടൊക്കെ ചെയ്തത് ഈഗിളാണെന്ന് തോന്നുന്നു. അവർ പരസ്യമൊക്കെ ചെയ്തതായിട്ട് കണ്ടു. എന്തായാലും നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി ലൈറ്റൊക്കെ ആയിരുന്നേ അമ്പലത്തിൽ. അപ്പോൾ പിന്നെ ആൾക്കാരിങ്ങനെ കൂടിക്കൂടി വരുന്നുണ്ട്. ഏകദേശം ഒരു 10 മണിയോളം ആകുമ്പോൾ പൊട്ട് തുടങ്ങും. ഏകദേശം സമയം അടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഓരോരുത്തർ ഗ്യാങ് ആയിട്ട് തന്നെ വന്ന് നിൽക്കുന്നുണ്ട്. പല സ്ഥലത്തു നിന്നും ആൾക്കാർ വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ അടുത്തിടെയാണ് ഇങ്ങനെ ആൾക്കാർ വന്ന് തുടങ്ങിയത്. എൻ്റെ ഒന്നും ചെറുപ്പകാലത്ത് അധികം വലിയ ആൾക്കാരൊന്നും ഉണ്ടാവില്ല കേട്ടോ. ചെറിയ രീതിയിലുള്ള പൊട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ ആ നാട്ടിലുള്ള കുറച്ച് പേര് മാത്രം ഉണ്ടാവും. അപ്പോൾ ഇപ്പോൾ ടീം ചങ്ങായിസ് പൊട്ട് ഏറ്റെടുത്തതോടുകൂടി വളരെ നല്ല രീതിയിലുള്ള ആൾപെരുമാറ്റം അമ്പലത്തിൽ വന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അതാ നമ്മളുടെ പൊട്ട് തുടങ്ങി. എന്തായാലും അടിപൊളി പൊട്ടൊക്കെ ആയിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. ഈ പൊട്ടിൻ്റെ ഒരു ഫുൾ വീഡിയോ ഞാനൊരു 3 മിനിറ്റുള്ളൊരു വീഡിയോ ഞാൻ നമ്മുടെ ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരൊന്ന് പോയിട്ട് കാണാം. അപ്പോൾ ഈ വർഷത്തെ പൂരത്തിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ ഞാൻ ഈ ചാനലിൽ ഇട്ടിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമ്മളുടെ ചാനൽ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഞങ്ങളുടെ നാട്ടിലുള്ള ഞങ്ങളുടെ വീട്ടിലുള്ള കുറച്ച് കാര്യങ്ങൾ കുറച്ച് വിശേഷങ്ങളാണ് ഞാനിതിലൂടെ പങ്കുവയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ശരി, വീണ്ടും കാണാം. ഒരു ഐസും കഴിച്ച് ഞങ്ങൾ തിരിച്ചിങ്ങ് വീട്ടിലേക്ക് പോന്നേ. അപ്പോൾ ബൈ.